ഇതിലോ ടൈപ്പാണ് മറ്റേ സൂമിലോ ടൈപ്പാണ് അറിയാണ്ട് ഇടക്ക്. അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നാട്ടിൽ സ്വരയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇട്ടിരുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും നല്ല റിവ്യൂസ് ഒക്കെയാണ് തന്നത്, താങ്ക് യു. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് മട്ടൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ. മട്ടൻ്റെ പാർട്സ് നമുക്ക് കുറച്ച് ഇട്ടിട്ടുണ്ട്. അതും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതുണ്ടോ ചക്കക്കുരും കൊണ്ട് കൂട്ടിയിട്ടുള്ള ഒരു കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ചമുളക്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ച് എല്ലാം വെച്ചിട്ടുണ്ട്. പൊടികളൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അത് മട്ടൻ്റെ റിയലായിട്ടുള്ള ഇറച്ചിയല്ല, മട്ടൻ്റെ പാർട്സുകളാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കറി വെച്ചില്ലേ, ഇതിൻ്റെ പകുതി വെച്ചിട്ട് ബാക്കി വെച്ചിട്ട് നമ്മളിപ്പോൾ ഇന്നുണ്ടാകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് എന്താ ചേർക്കാറുണ്ട് അത് തന്നെ പറഞ്ഞേ. സവാള നമ്മൾ സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. സവാള ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. ഉപ്പിട്ട് നന്നായി വഴറ്റാം. കുറച്ച് ഉപ്പിട്ടാലോ? ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടുള്ളൂ. അവേ മുട്ട ഒഴിക്കാൻ പോണോ? ഇപ്പൊ ഗൈസ് നമ്മുടെ സവാള ഒരുവിധം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അടുത്ത നമ്മള് വെളുത്തുള്ളി ചതച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതിനകത്തേക്ക് ഒരു തക്കാളി ചോപ്പ് ചെയ്തത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മൾ ചേർത്ത തക്കാളിയും കൂടി നന്നായി വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് മട്ടൻ മസാല ചേർത്ത് കൊടുക്കാം. പട്ട ബിരിയാണി ഉണ്ടാക്കണ്ട, ചോറും ചിക്കനും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. എന്നാ പറ്റി? കറി ലീവ്സ് ഇട്ട് കൊടുക്കാം.
കറിവേപ്പില മഞ്ഞൾ ഇട്ടു. ഇത് നന്നായിട്ട് ഒരുവിധം നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ മട്ടന്റെ പാർട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതോടെ ചിക്കൻ ബ്രാഞ്ചോളം ഇങ്ങനെ കേട്ടോ. ലൈക്കൊക്കെ പോയി ഒരു സംഭാറാവും. മനസ്സിലായ അതന്നെ കൈവശങ്ങളാട്ടാ. ഇതിലല്ലേ കുഞ്ഞു പറയും പോലെ ചെയ്യാട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാണേ. പീസ് ഇടണില്ല കേട്ടോ, എനിക്കിഷ്ടമല്ല. ഓക്കെ, നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചക്കക്കുരു, ഇതിൻ്റെ തോല് കളഞ്ഞിട്ടില്ല കേട്ടോ. ഈ തോലൊക്കെ നല്ലതാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്നിട്ട് കളഞ്ഞിട്ടില്ല, നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. നന്നായി ഇളകിയിട്ടുണ്ട്. കുറച്ച് മസാലയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട. മസാലപ്പൊടി, ബീഫ് മസാലയുടെ പൊടിയാണ്. നമ്മൾ നേരത്തെ മട്ടൻ മസാലയുടെ പൊടി സ്പൂൺ വെച്ചിട്ടോ. സ്പൂൺ വെച്ച് അപ്പൊ നമ്മള് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. ചൂട് പോയി തുടങ്ങിയിട്ടുണ്ട്. ഒരു 7 വിസിൽ കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. ഗൈസ്, നമ്മുടെ മട്ടൻ്റെ പാർട്സും ചക്കക്കുരും കൂടെ ഉണ്ടാക്കിയ കറി, ഇത് ഗ്രേവി പോലെയാണ് നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഉണ്ടോ, നമുക്ക് ചോറിലേക്ക് ഒഴിക്കാം കേട്ടോ. തരാം അവിടെ. ഇല്ല, നമ്മൾ കുറച്ച് മട്ടൻ്റെ കഷ്ണം, ഇതിലോട്ടായിപ്പാണ് മറ്റേ സൂമിലോട്ടായിപ്പാണ് അറിയാണ്ട് ഇടക്ക്. അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.